ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ എനിക്ക് സുഖമില്ലായിരുന്നു, പനിയായിരുന്നു. അപ്പോൾ ഇപ്പോഴും സൗണ്ടൊന്നും ശരിയായിട്ടില്ല കേട്ടോ. അപ്പം അതുകൊണ്ടാട്ടോ ഞാൻ 2 ദിവസമായിട്ട് വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്കത്തെ ചോറിൻ്റെ കറികൾ എന്താണെന്നൊക്കെ നോക്കാം കേട്ടോ. അപ്പം മുത്തനാണ് ഞാൻ ഈ ചോറ് എടുക്കുന്നത്. അപ്പം മുത്ത ഒട്ടും ചോറ് കഴിക്കില്ല കേട്ടോ. അപ്പം ഇത് തന്നെ അധികം എന്നാണ് മുത്ത് പറയണത്. വേണ്ട വേണ്ട, മതി 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനത് മൈൻഡ് ചെയ്യാറില്ല. കുറച്ചും കൂടെ കൂടുതൽ ഞാൻ ഇടും കേട്ടോ. പിന്നെ നമ്മുടെ കറി എന്ന് പറയുന്നത് പരിപ്പ് കറിയാണേ. പരിപ്പിൽ നമ്മൾ പച്ചമുളകും സവാളയും മല്ലിയിലയൊക്കെ ഇട്ടിട്ടുള്ളൊരു കറിയാട്ടോ. നമ്മൾ മുളക് പൊടിയോ മുളകൊന്നും ഒന്നും ചേർക്കുന്നില്ല. ഈ പച്ചമുളകിൻ്റെ എരിവാട്ടോ. അപ്പോൾ പച്ചമുളക് നന്നായിട്ട് ഇടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പി ഇത് ഉണ്ടാക്കുന്നത് ഞാനൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഉണ്ട്, അതും കൊച്ചിന് ഇഷ്ടമാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ പറഞ്ഞുകൊണ്ട് ഞാനിന്ന് അതുണ്ടാക്കി. പിന്നെ നമുക്ക് കപ്പളങ്ങ മെഴുക്കുവരട്ടി ഉണ്ട് കേട്ടോ. കപ്പളങ്ങ മെഴുക്കുവരട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കപ്പളങ്ങ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പച്ചക്കറികളിൽ ഒന്നാട്ടോ. ഒത്തിരി വലിയ ഇഷ്ടമൊന്നുമല്ല, എന്നാലും കൊടുക്കുമ്പോൾ ഒരു ശകലം കൊടുത്താൽ മതി. അപ്പോൾ അത് കൊടുക്കുന്നത് കഴിച്ചോളും, വേസ്റ്റ് ആക്കില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് വെച്ചു, കഴിക്കുകയാണെങ്കിൽ കഴിക്കട്ടെ എന്ന് ഓർത്തു. പിന്നെ നമുക്ക് സോയാ ബോൾ ഉണ്ടായിരുന്നു, അതാട്ടോ വറുത്തത്. ഇറച്ചിയോ മീനോ ഒന്നും ഇല്ലായിരുന്നു, എനിക്ക് സുഖമില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ നമുക്ക് നാരങ്ങ അച്ചാറുണ്ട്, നല്ല ടേസ്റ്റുള്ള നാരങ്ങ അച്ചാറാട്ടോ. ഞാൻ ഇതുവരെ വാങ്ങിക്കാത്ത ഒരു കമ്പനി ഒരു അച്ചാറാട്ടോ അത്. നല്ല നാരങ്ങ അച്ചാറായിരുന്നു. അപ്പം ഞാൻ മാങ്ങാച്ചാറ് കുറേ ദിവസമായിട്ട് ഞാൻ ഇട്ട് വെച്ചിരുന്ന അച്ചാറായിരുന്നു. അതെല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് അത് കൂട്ടിയപ്പോൾ എനിക്ക് നാരങ്ങ കൂട്ടണമെന്ന് തോന്നി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.